പശ്ചിമേഷ്യയിലെ യുദ്ധം അമേരിക്കൻ സമ്പദ് വ്യവസ്ഥയെയും സാരമായി ബാധിക്കുന്നു. എണ്ണവില കുതിച്ചുയർന്നതോടെ കടുത്ത പ്രതിസന്ധിയിലായി അമേരിക്കയിലെ ചെറുകിട വ്യാപാര മേഖല. വിലക്കയറ്റവും ട്രംപ് ഭരണകൂടത്തിന്റെ ഇറക്കുമതി തീരുവകളും മൂലം വലയുന്ന വ്യാപാരികൾക്ക് വലിയൊരു ഇരട്ടടിയാവുകയാണ് പുതിയ യുദ്ധ സാഹചര്യങ്ങൾ. അമേരിക്കയും ഇസ്രായേലും സംയുക്തമായി ഇറാനിൽ നടത്തുന്ന സൈനികാക്രമണങ്ങൾ രാജ്യാന്തര വിപണിയിൽ എണ്ണവില കുതിച്ചുയരാൻ കാരണമായിരിക്കുകയാണ്. ആഗോള വിപണിയിൽ അസംസ്കൃത എണ്ണവിലയിൽ വൻ വർധനവാണുണ്ടായത്. US ക്രൂഡ് ഓയിൽ വിലയ്ക്ക് 7.5%, ബ്രെന്റ് ക്രൂഡ് ഓയിൽ വിലയിൽ 6.2% വർധനവുണ്ടായി. നിലവിൽ ബ്രെന്റ് ക്രൂഡ് വില ബാരലിന് $77 കടന്നിരിക്കുകയാണ്. ഈ വിലക്കയറ്റം ഏറ്റവും കൂടുതൽ ബാധിക്കുന്നത് അമേരിക്കയിലെ ചെറുകിട ബിസിനസ് മേഖലയാണെന്ന് CNN റിപ്പോർട്ട് ചെയ്യുന്നു. അമേരിക്കയിലെ തൊഴിലവസരങ്ങളിൽ പകുതിയിലധികവും സൃഷ്ടിക്കുന്നത് ചെറുകിട വ്യവസായങ്ങളാണ്. എന്നാൽ ഉയർന്ന നാണയപ്പെരുപ്പവും ഡൊണാൾഡ് ട്രംപ് ഭരണകൂടം ഏർപ്പെടുത്തിയ കനത്ത ഇറക്കുമതി തീരുവകളും കാരണം ഈ മേഖല നേരത്തെ തന്നെ പ്രതിസന്ധിയിലായിരുന്നു. ഇതിനിടയിലാണ് ഇന്ധനവില വർധനവ് ഇരുട്ടടിയായി മാറുന്നത്. ഫെഡറൽ റിസർവിന്റെ പുതിയ പഠനപ്രകാരം ഉൽപ്പന്നങ്ങൾ, സേവനങ്ങൾ, തൊഴിലാളികളുടെ വേതനം എന്നിവയിലുണ്ടായ വില വർധനവ് കഴിഞ്ഞ വർഷം തന്നെ വ്യാപാരികളെ സാരമായി ബാധിച്ചിരുന്നു. ഈ അധിക ബാധ്യതകൾ പലപ്പോഴും ഉപഭോക്താക്കളിലേക്ക് കൈമാറാനോ അല്ലെങ്കിൽ സ്വന്തമായി സഹിക്കാനോ വ്യാപാരികൾ നിർബന്ധിതരാവുകയാണ്. ഇറാൻ യുദ്ധം രൂക്ഷമാവുകയും ആഗോള എണ്ണ വ്യാപാരത്തിന്റെ സ്ഥിരാകേന്ദ്രമായ ഹോർമുസ് കടലിടുക്കിലൂടെയുള്ള ചരക്കു നീക്കം ദീർഘകാലത്തേക്ക് തടസ്സപ്പെടുകയും ചെയ്താൽ എണ്ണവില ബാരലിന് $100 മുകളിലേക്ക് പോകാൻ സാധ്യതയുണ്ടെന്ന് സാമ്പത്തിക വിദഗ്ധർ മുന്നറിയിപ്പ് നൽകുന്നു. അമേരിക്കൻ വിപണിയിൽ മൊത്ത വ്യാപാര ഗ്യാസോലിൻ വില 4%, ഡീസൽ ഫ്യൂച്ചറുകൾ 12% ഇതിനോടകം ഉയർന്നു കഴിഞ്ഞു. യുദ്ധ പശ്ചാത്തലത്തിൽ വരും ദിവസങ്ങളിൽ ഇന്ധനവില പ്രതിദിനം 5 മുതൽ 10 സെന്റ് വരെ തുടർച്ചയായി വർദ്ധിച്ചേക്കാമെന്ന് ഗൾഫ് ഓയിൽ ഉപദേഷ്ടാവായ ടോം ക്ലോസ വ്യക്തമാക്കി. ഈ യുദ്ധം നീണ്ടുപോയാൽ വരും നാളുകളിൽ വിലക്കയറ്റം രൂക്ഷമാകുമെന്നും അമേരിക്കൻ ജനത വലിയ സാമ്പത്തിക പ്രതിസന്ധിയിലേക്ക് നീങ്ങുമെന്നുമാണ് വിദഗ്ധ അഭിപ്രായം. ന്യൂസ് ഡെസ്ക്, കൊട്ടാരക്കര മീഡിയ.